സമൻസിന്റെ 2 പേജുകളാണ്. അന്തംഗമ്മികളെ, ദേശാഭിമാനിയുടെ മണ്ടന്മാരെ. ഇ ഡിയുടെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേജല്ല. ഇ ഡിയുടെ നോട്ടീസ് യഥാർത്ഥത്തിൽ 3 പേജുകൾ ഉണ്ടായിരുന്നു. അതിൽ 1-ാമത്തെ പേജും 2-ാമത്തെ പേജുമാണ് മലയാള മനോരമ 11-ാം തീയതിയും 16-ാം തീയതിയും പ്രസിദ്ധീകരിച്ചത്. 11-ാം തീയതി പ്രസിദ്ധീകരിച്ച 1-ാമത്തെ പേജ് അതിൽ ഫുൾ അഡ്രസ് ഉണ്ടായിരുന്നു. 16-ാം തീയതി പ്രസിദ്ധീകരിച്ചത് 2-ാമത്തെ പേജ് അതിൽ ഫുൾ അഡ്രസ് ഇല്ല. എല്ലാറ്റിനും ഇ ഡിയുടെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേശാഭിമാനി പറയുന്ന പോലെ 2 വ്യത്യസ്ത പേജുകളല്ല, 3 വ്യത്യസ്ത പേജുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പേജിന്റെ വ്യത്യസ്തമായ വ്യാജ പതിപ്പുകളൊന്നുമല്ല. ഇ ഡിയുടെ സമൻസ് 3 പേജാണ്. അതിൽ 1, 2, 3 പേജും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മണ്ടന്മാര് വിചാരിച്ച് ആദ്യത്തെ ഫോട്ടോ കോപ്പി അല്ല 2-ാം ദിവസം വന്നത്. അപ്പൊ ഇതുവരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ രേഖയാണെന്ന്. ഇമ്മാതിരി തോൽവി എന്ന് പറഞ്ഞ നാണം കെട്ട ആൾക്കാർ കൂട്ടി പൊയ്ക്കോളിയടോ. എന്തിനിങ്ങനെ നാണം കെട്ട് നടക്കുന്നത്? വേറെ പണിക്ക് പോയിക്കോളെ നിങ്ങൾക്കൊക്കെ. ഇമ്മാതിരി പത്രം, ഈ കള്ള വാർത്ത അടിച്ചിറക്കുന്ന പത്രം കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി നിങ്ങളുടെ ഉടായ്പ്. പിന്നെ ഇത് ഇങ്ങനെ വെറുതെ ചെലവാക്കി കണ്ട് ഈ പേപ്പറും മഷി ചെലവാക്കണോ? ഇത് വലിയ പാതകാണ് കേട്ടോ. പത്രക്കടലാസ് എന്നൊക്കെ പറഞ്ഞാൽ വില പിടിച്ച സാധനമാണ്. നിങ്ങൾ ഇമ്മാതിരി അപ്പി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വെക്കണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ഞാനൊക്കെ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ട് കേരള കൗമുദി ജോലി ചെയ്തപ്പോൾ ഇപ്പോഴും നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട് കേരള കൗമുദിയിലാണ് ജോലി ചെയ്തിരുന്നത്. പത്രാധിപർ എന്ന് ഒരൊറ്റ പേര് മാത്രം, പത്രാധിപർ എന്നറിയപ്പെടുന്ന, പത്രാധിപർ എന്നുള്ള ഒരൊറ്റ വിശേഷണം കൊണ്ട് മാത്രം കെ സുകുമാരൻ എന്ന് പറയപ്പെടുന്ന അതുല്യനായ പത്രാധിപരുടെ ആ പത്രാധിപത്യത്തിന് കീഴിൽ, ആ പത്രാധിപർ തുടങ്ങിയ പത്രത്തിൽ ജോലി ചെയ്യുന്ന MS മണി എന്ന് പറയുന്ന സമാനതകളില്ലാത്ത പത്രാധിപരുടെ കീഴിൽ ജോലി ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണത്. ഏത് പത്രത്തിലാണ് ജോലി ചെയ്തത്? കേരള കൗമുദിയിൽ നിന്ന് തല ഉയർത്തി പിടിച്ചുകൊണ്ട്, നട്ടല് നിവർത്തി പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ പറയും നമ്മള് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കേരള കൗമുദിയിലാണ് ജോലി ചെയ്തത്. നമ്മൾ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അഭിമാനമുണ്ടല്ലോ. ദേശാഭിമാനിക്കാരൻ കള്ള വാർത്ത കൊടുക്കുന്ന ദേശാഭിമാനിക്കാരൻ മുഖം ഇങ്ങനെ മറച്ചുകൊണ്ട് പറയണോ ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തത് മറ്റേ ടോയ്ലറ്റ് പേപ്പറിലാണ്. കഷ്ടം. പണിയുണ്ടോ? വേറെ ഒരുപാട് പണിയുണ്ട് ലോകത്ത്. ഇമാതിരി കള്ള വാർത്തകളും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പത്ര ലോകത്തിന് അപമാനമായി. സഖാക്കൊക്കെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടാവും, പക്ഷെ ഇവിടെ കള്ളന്മാരാകുന്നത്, അപഹാസ്യരാകുന്നത് നിങ്ങളാണ് കേട്ടോ. ഓർമ്മ വേണം. പിണറായി വിജയനും അപ്പം ഗോവിന്ദനൊക്കെ കയ്യും കഴുകി പോവും. അവസാനം കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലെ അപമാനിതരായി നിൽക്കുന്നത് നിങ്ങളായിരിക്കും കേട്ടോ. ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ച് പൊയ്ക്കോ. അതാ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആദ്യം തന്നെ മലയാള മനോരമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് പറയട്ടെ. മലയാള മനോരമ ഇന്ന് തയ്യാറാക്കിയ ഒരു വാർത്തയുണ്ടല്ലോ, ദേശാഭിമാനിയെ ഒരടിയാണ് കേട്ടോ. ദേശാഭിമാനിക്ക് ഇന്നോളം കിട്ടാത്ത ഒരു വമ്പൻ അടി മനോരമ കൊടുത്തതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ശരിക്കും ഇങ്ങനെ ആർത്ത് വിളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് പത്രപ്രവർത്തകർ എന്ന് പറയുന്നത്. കള്ളത്തരം പറയുന്ന ദേശാഭിമാനിയുടെ, കള്ളത്തരത്തിന്റെ വിഷം ചീറ്റുന്ന ദേശാഭിമാനിയുടെ പത്തിക്ക് നോക്കിയിട്ട് മനോരമ അടിച്ചതാണ് കേട്ടോ, ഒരൊറ്റ അടി. പക്ഷെ ദേശാഭിമാനി ആയതുകൊണ്ട് ചാകില്ല. പത്തിക്ക് എത്ര അടിച്ചാലും ദേശാഭിമാനി ചാകില്ല. കാരണം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തൊരു പത്രമായതുകൊണ്ട് ദേശാഭിമാനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ആസനത്തിൽ മുളച്ച ആലിന്റെ തണലില് ദേശാഭിമാനി വർഷങ്ങളായി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഭീഷണിപ്പെടുത്തിയിട്ട് സഹകരണ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു സഹകരണത്തോടെ ആൾക്കാരെ മുഴുവനും ഈ കള്ളപ്പത്രം വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷെ ആൾക്കാർ ഇത് തുറന്നു നോക്കാറില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൈ തുടയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ അപ്പി കോരാനൊക്കെയാണ് സാധാരണ ദേശാഭിമാനി പത്രം എല്ലാവരും ഉപയോഗിക്കുക. എങ്കിലും ഈ ചില അന്തംഗമ്മികളുണ്ടല്ലോ, ഇത് വായിച്ചാൽ മാത്രം രാവിലെ കക്കൂസ് പോകാൻ പറ്റുന്ന ചില പാർട്ടീസ് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ദേശാഭിമാനി വായിക്കണം, എന്നാലേ രാവിലത്തെ പ്രഭാത കൃത്യം ഇവർക്ക് സുഗമമായി നടക്കുകയുള്ളൂ. അങ്ങനത്തെ ചില ആൾക്കാർക്ക് ഇത് ഇല്ലാതെ പറ്റില്ല. അപ്പൊ അവരൊക്കെയാണ് ഈ ദേശാഭിമാനിയിൽ വരുന്ന കള്ളത്തരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യമാണ്, അങ്ങനെ വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇന്നലത്തെ ദേശാഭിമാനി ഒരിക്കൽ കൂടി കാണിക്കാം.
ഈ ദേശാഭിമാനിയിലെ വലത്തുഭാഗത്ത് കള്ളത്തരം പുറത്ത് എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ടല്ലോ. അതായത് ദേശാഭിമാനി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള മനോരമ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മലയാള മനോരമയിൽ കഴിഞ്ഞ 4-5 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കള്ള വാർത്തകളാണ് എന്നാണ് ദേശാഭിമാനി സ്ഥാപിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ, വിവേക് കിരണിനെതിരെ ED സമൻസ് അയച്ചു എന്ന് പറയുന്ന വാർത്ത കള്ളമാണ്, വ്യാജമാണ്. അങ്ങനെ ഒരു EDയുടെ സമൻസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം ഇത് തുറന്നു നോക്കിയാൽ അറിയാലോ, EDയുടെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ അവിടെ ഈ സമൻസ് കിടപ്പുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പോലും പറഞ്ഞു, പിണറായി പോലും പറഞ്ഞു സമൻസ് കൈപ്പറ്റിയിട്ടില്ല, കൈപ്പറ്റിയതായി അറിയില്ല എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. സമൻസ് ഇല്ല എന്ന് പിണറായി വിജയൻ പോലും പറയുന്നില്ല. പക്ഷേ ദേശാഭിമാനി പറയുന്നു മലയാള മനോരമയുടെ വാർത്ത എന്താണ്, കള്ളത്തരമാണ്. അത് തുടർച്ചയായി ആ ദേശാഭിമാനി മലയാള മനോരമയിലെ വാർത്ത വന്ന അതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ദേശാഭിമാനി ആകെ വിറളി പോണ്ടിട്ട് മലയാള മനോരമ എന്ന് പറഞ്ഞ കള്ളത്തരം പറയുന്ന പത്രമാണ്, അതിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാണ്ട് ഓരോ മലയാള മനോരമയിൽ എഴുതിയ ഓരോ വരികളും അത് തെറ്റാണ് തെറ്റാണ് തെറ്റാ. ഇവര് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ലല്ലോ. അപ്പം ഒരു വാസ്തവമുള്ള ഒരു കാര്യത്തിന് ദേശാഭിമാനി പറയുന്നു അത് വാസ്തവമല്ല എന്ന് പറഞ്ഞാൽ വാസ്തവമല്ലാതാകുന്നില്ലല്ലോ. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഇന്നലത്തെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് കള്ളത്തരം പുറത്ത്. അങ്ങനെയാണ് അതിന്റെ ഡെക്ക് എങ്ങനെയാണ്, കള്ളത്തരം പുറത്ത്. 11-ന് വലിയ സമൻസ്, അതായത് 11-ാം തീയതി മലയാള മനോരമയിൽ വന്ന ഈ സമൻസ് സംബന്ധിച്ച EDയുടെ സമൻസ് സംബന്ധിച്ച വാർത്തയിൽ വലിയ സമൻസ്, 14-ന് ഒരു മങ്ങൽ. ഇത് സംബന്ധിച്ച് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന ആ സമൻസിന്റെ ED അയച്ചു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ EDയുടെ വെബ്സൈറ്റിലുള്ള സമൻസിന്റെ ഒരു ഫോട്ടോ കോപ്പി മലയാള മനോരമ 11-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് വലുതായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്, അത് വളരെ ക്ലിയർ ആയിരുന്നു. പക്ഷെ 14-ാം തീയതി ഇതേ സമൻസ് ചെറുതായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്, അത് മങ്ങലാണ്. ആദ്യത്തെ സമൻസില്ല ഇത്. അതുകൊണ്ട് മലയാള മനോരമ ഈ സമൻസ് മലയാള മനോരമ എന്താണ് വ്യാജമായി ഉൽപ്പാദിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഇന്നലത്തെ ദേശാഭിമാനിയെ വാർത്ത കൊടുത്തത്. ദേശാഭിമാനി വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷവും, വാങ്ങുന്ന ആൾക്കാർ തന്നെ. പക്ഷെ ദേശാഭിമാനി കണ്ടിട്ടില്ലാത്ത, ഈ വാർത്ത അറിയാത്ത ആൾക്കാരുടെ അറിവിലേക്ക് ആദ്യം തന്നെ ഇന്നലത്തെ ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത എന്താണെന്ന് അതിന് സംക്ഷിപ്തമായി നമുക്ക് നോക്കേ. തലക്കെട്ടപ്പം മനസ്സിലായല്ലോ. കള്ളത്തരം പുറത്ത്, 11-ന് വലിയ സമൻസ്, 14-ന് ഒരു മങ്ങൽ. ദേശാഭിമാനിയുടെ സ്വന്തം ലേഖകനാണ്, ഏതോ ഒരു അന്തംഗമ്മി എഴുതിയതാണ്. മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്ത വിശ്വസിപ്പിക്കാൻ മനോരമ കഴിഞ്ഞ 2 ദിവസം പ്രസിദ്ധീകരിച്ച ED നോട്ടീസിലും കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു. 11-നും 14-നും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമാണുള്ളത്. ആദ്യത്തെ ED സമൻസ് കോപ്പിയുടെ നമ്പരും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തത്. വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉത്സവ കമ്മിറ്റി രസീത് പോലെ പൂരിപ്പിക്കുന്നതാണോ ED നോട്ടീസ് എന്ന സംശയം അന്ന് തന്നെ ഉയർന്നിരുന്നു. അത് ബ്രാക്കറ്റിൽ കൊടുത്തതാണ്. എന്നിട്ട് പറയാണ്, കേസ് ലാവലിൻ എന്നാക്കി പുതിയ നുണ കൊടുക്കേണ്ടി വന്നതോടെ രണ്ടാമത്തെ സമൻസ് ആർക്കും വായിക്കാൻ പറ്റാത്ത വിധമാക്കി. ലൈഫ് മിഷൻ സമൻസ് എന്ന് പറഞ്ഞ് മനോരമ 11-ന് പുറത്തുവിട്ട നോട്ടീസ്, അത് സമൻസ് നല്ല ദേശാഭിമാനി പറയുന്നത് നോട്ടീസ് ആണ്. നോട്ടീസ് നമ്പർ KCZO 2023/769 ആണെങ്കിൽ 14-ന് കൊടുത്ത സമൻസിന്റെ അടിക്കുറിപ്പിലുള്ളത് KCZO 02/2020 എന്നാണ്. ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത് പ്രസിദ്ധീകരിച്ച സമൻസിൽ വിവേക് കിരണിന്റെ പേരുണ്ടെങ്കിലും വിലാസമില്ല. അതായത് ആദ്യത്തേതിന് വിലാസമുണ്ട്, രണ്ടാമത് പ്രസിദ്ധീകരിച്ചതിൽ വിലാസമില്ല കേട്ടോ. ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ EDയും മനോരമയും പറയുന്നുള്ളൂ. ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളൂ. പക്ഷെ മനോരമ 11-ാം തീയതി കൊടുത്തത് ഒരു ഫോട്ടോ കോപ്പിയാണ്, 14-ാം തീയതി കൊടുത്തത് വേറൊരു ഫോട്ടോ കോപ്പിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ EDയും മനോരമയും പറയുന്നുള്ളൂ. അപ്പോൾ 2 തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു എന്ന സംശയം ബാക്കി. വ്യാജമായി നിർമ്മിച്ചതിന്റെ വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് മനോരമ വാർത്തയുണ്ടാക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായി. അപ്പൊ മനോരമ 2 ദിവസങ്ങളിലും കൊടുത്ത ഈ ഫോട്ടോ കോപ്പിയൊക്കെ വെച്ചിട്ടാണ് ദേശാഭിമാനി വലിയൊരു കണ്ടുപിടുത്തം, ദേശാഭിമാനി എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ദേശാഭിമാനി വാർത്ത കൊടുത്തത് കള്ളത്തരം പുറത്ത്. ഇന്ന് മലയാള മനോരമ ഈ ഒരു വാർത്ത, ദേശാഭിമാനിയുടെ ഈ വാർത്തയെ എന്താ പറയാ, അഡപ്പടലം ചെയ്തിരിക്കുന്നു അറിയോ, അടിച്ച് ഒതുക്കിയിരിക്കുകയാണ്. അതായത് കള്ളത്തരം പുറത്ത്, ദേശാഭിമാനിയുടെ മണ്ടത്തരം. ദേശാഭിമാനിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇമ്മാതിരി മണ്ടന്മാരാണോ?
ദേശാഭിമാനിയിലെ പത്രാധിപ സമിതി അംഗങ്ങൾ മുഴുവനും ഇമാതിരി മണ്ടന്മാരാണോ എന്നാണ് മലയാള മനോരമ ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിലൂടെ ചോദിക്കുന്നത്. ഇനി നമുക്ക് മലയാള മനോരമ നോക്കാം. ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 11 മുതൽ 11, 12, 13, 14 ദിവസങ്ങളിലൊക്കെ ഇല്ലാത്ത വാർത്തകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ തീരാൻ പോവുകയാണ്, കള്ള വാർത്തയാണെന്നൊക്കെ. അത് 16-ാം തീയതി ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ പെട്ടെന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഒന്നാം പേജില് എന്ത് കാണുന്നില്ല, ഈ ED സമൻസിന്റെ വാർത്തയൊന്നും ഒന്നാം പേജിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ പറ്റിയപ്പോ, ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, മലയാള മനോരമ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ 11, 12, 13, 14, 15 തീയതികളിൽ കഴിഞ്ഞ 5 ദിവസമായി മലയാള മനോരമ ഒരേ വാർത്ത തന്നെ, അതിന്റെ മുക്കും മൂലയും ഒക്കെ ചികഞ്ഞെടുത്തുകൊണ്ടാണ് മനോരമ വാർത്ത കൊടുക്കുന്നത് കേട്ടോ. വ്യാജ വാർത്തയൊക്കെ ആണെങ്കിൽ 1-2 ദിവസം കൊണ്ട് വെടി തീർന്ന് പിന്നെ അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കില്ല. അക്കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് സംബന്ധിച്ച് 5 ദിവസം തുടർച്ചയായി വാർത്ത കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാർത്ത വളരെ ആധികാരികമാണ് എന്ന് തന്നെയാണ് മലയാള മനോരമയുടെ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാവില്ല, ഒരു വ്യാജ വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേശാഭിമാനി വ്യാജ വാർത്ത കൊടുത്ത് നമുക്കൊക്കെ അറിയില്ലേ? ദേശാഭിമാനി കൊടുത്ത ഏറ്റവും വലിയ വ്യാജ വാർത്ത. ഇപ്പോഴും നമ്മൾ ആ വ്യാജ വാർത്തയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിടയുകയാണ് കേട്ടോ. സഖാക്കന്മാരെല്ലാരും കൂടി കൊന്ന ഒരു പ്രവാസി വ്യവസായി ഉണ്ടായിരുന്നല്ലോ, സാജൻ എന്ന് പറയുന്ന പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തത് ഇപ്പോഴും നമ്മളിങ്ങനെ നടുക്കത്തോടെ ഓർമ്മിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം, അയാൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം, അതിനാവശ്യമായ രേഖകളൊന്നും കൊടുക്കാതെ ആ വ്യവസായിയെ മരണത്തിലേക്ക് തള്ളിവിട്ട സഖാക്കന്മാർ അവസാനം ആ ആത്മഹത്യക്ക് ശേഷം ആ വ്യാപാരിയുടെ, ആ സാജന്റെ പ്രവാസിയുടെ ചിതയണയും മുമ്പ് തന്നെ സാജന്റെ ഭാര്യക്കെതിരെ ഏറ്റവും വലിയ നുണ 8 കോളത്തിൽ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രവാസിയായ സാജൻ മരിച്ചത് ഈ പിണറായി സർക്കാരിന്റെ എന്തുകൊണ്ടല്ല, അവഗണന കൊണ്ടല്ല, ഭാര്യയുടെ ചില സ്വഭാവങ്ങളിൽ, ഭാര്യയുടെ ചില അവിഹിത ബന്ധങ്ങളിൽ മനംനൊന്നിട്ടാണ് മരിച്ചത് എന്ന് പറയുന്ന ഒരിക്കലും ഓർക്കാനാവാത്ത കള്ളക്കഥയാണ് ദേശാഭിമാനി എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇപ്പോഴും ആവശ്യമുള്ളവർക്ക് ഇപ്പോഴും ഓൺലൈനിൽ പോയി നോക്കിയാൽ വാർത്ത കാണുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാജന്റെ ഭാര്യ പിന്നീട് നടത്തിയ ഒരു പത്രസമ്മേളന വാർത്തയുണ്ട്. സാജന്റെ ഭാര്യയും മക്കളും മനമുരുകിക്കൊണ്ട് അവർ കണ്ണീരോട് അവർ പറയുന്ന കഥയുണ്ട് കേട്ടോ. എന്നിട്ട് പോലും ഈ പറയുന്ന കള്ളപത്രമുണ്ടല്ലോ, ഈ അന്തംഗമികളുടെ പത്രം, ഒരു വരി തെറ്റിപ്പോയി എന്ന് പോലും ആ പത്രം എഴുതിയില്ല കേട്ടോ. കേരള ചരിത്രത്തിൽ തന്നെ പത്രപ്രവർത്തകർക്ക് നാണക്കേട് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രം എന്ന് പറഞ്ഞാൽ പത്രലോകത്തിന് നാണക്കേടാണ്. നമ്മളൊന്നും സാധാരണ പത്രം എന്ന് കരുതാറില്ല. എങ്കിലും ഇത് കേരളീയ പൊതുസമൂഹത്തിൽ ഇത് കൊണ്ടിടുന്നത് ഒരു പത്രം എന്ന ലേബലിലാണല്ലോ. അവിടെയാണ് ഈ പത്രത്തിന്റെ ഒരു നമ്മൾ ഇത്രമാത്രം പുച്ഛത്തോടെ, അല്ലെ, അതാണ് ഒരു തീട്ടക്കടലാസ് എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ദേശാഭിമാനി പത്രത്തെ നമ്മൾ കാണുന്നത്. പക്ഷെ അതില് ഇപ്പൊ മറിയക്കുട്ടിയുടെ കാര്യം, അതിനുശേഷമാണ് മറിയക്കുട്ടിയമ്മയെ കുറിച്ച് ഇല്ലാത്ത കഥകൾ എഴുതി. കോടികളുടെ സമ്പത്തിനുടമയാണ് ഇവരുടെ മക്കൾ വേറെ എവിടെയോ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ള കഥകളൊക്കെ എഴുതിയല്ലോ. പക്ഷെ മറിയക്കുട്ടി ആള് ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മറിയക്കുട്ടിയമ്മയെ പേടിച്ച് പിറ്റേന്ന് തന്നെ ഞങ്ങളുടെ വാർത്ത തെറ്റിപ്പോയി എന്ന് ആരും കാണാത്ത രീതിയിൽ എവിടെയോ ഒരു ചരമവാർത്തന്റെ ഉള്ളിലിട്ട 4 വരി കൊടുത്ത് മുഖം രക്ഷിച്ച ദേശാഭിമാനിയെയും നമ്മൾ കണ്ടിട്ടുണ്ട്. താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ദേശാഭിമാനിക്ക്, ചില ആൾക്കാർക്ക് ദേശാഭിമാനിക്ക് പേടിയാണ് കേട്ടോ. അപ്പം ഏതായാലും സാജന്റെ ഭാര്യയെ പേടിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ ഇതിലേക്ക് വരുന്നു. ഇന്നത്തെ മലയാള മനോരമയിലെ 1-ാം പേജിൽ അത് സംബന്ധിച്ച വാർത്തയില്ല. ആരും ഞെട്ടണ്ട. ഉള്ളിലെ പേജിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അറിയിപ്പ് 1-ാം പേജിലുണ്ട്. അതായത് ED സമൻസ്, പുകമറ സൃഷ്ടിക്കാൻ CPMന്റെ ശ്രമം, മറയാതെ യാഥാർത്ഥ്യം. പേജ് 9 ആ വാർത്ത. ദേശാഭിമാനിയുടെ വിഷം ചീറ്റുന്ന പത്തിക്ക് മലയാള മനോരമ ആഞ്ഞടിച്ചു. ഒരുപക്ഷെ 2025 മലയാള മനോരമ പുറത്തുവിടുന്ന ദേശാഭിമാനിയുടെ കള്ളക്കഥകൾ പൊളിച്ചുകൊണ്ട് മലയാള മനോരമ പുറത്തുവിടുന്ന വാർത്തയാണിത്. കാരണം ഏതാണ്ട് ഒരു 3/4 പേജോളം വരുന്ന സംഭവമാണ്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് ED സമൻസ്, നോട്ടീസ് അല്ല. തലക്കെട്ട്:
നോട്ടീസ്, അതായത് ഇന്നലെ ദേശാഭിമാനി പല സ്ഥലത്തും ഈ ED സമൻസ് എന്ന് പറയുന്നില്ല കേട്ടോ, മനഃപൂർവ്വം നോട്ടീസ് 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 എന്നാണ് പറയുന്നത്. ഇവരിങ്ങനെ ഓരോ വാചകങ്ങളും ശ്രദ്ധിച്ചാണല്ലോ ദേശാഭിമാനി എഴുതുക. എങ്ങനെയാണ് പിണറായി വിജയന്റെ മുഖത്തേറ്റ കരി, മുഖത്ത് പുരണ്ട കരി, ദേഹമാകെ പുരണ്ട കരി എങ്ങനെ തുടച്ചു മാറ്റാ എന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ED സമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് അവർ ED സമൻസ് എന്നുള്ളതിന് പകരം ED അച്ഛൻ ഒരു നോട്ടീസ്, എന്താ ED അങ്ങനെ സാധനം തയ്യാറാക്കിയിട്ടുണ്ട് ഈ കള്ളന്മാർ പറയുന്നുണ്ട് കേട്ടോ. ED അങ്ങനെ സാധനം തയ്യാറാക്കിയിട്ടുണ്ട്, വെബ്സൈറ്റിലുണ്ട്. പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല. പിണറായി പറയുന്നു എന്ത് സമൻസ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, മോനും വാങ്ങിയിട്ടില്ല, മോനും കണ്ടിട്ടില്ല. മോന് ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണം പോലും അറിയില്ല, കക്കൂസിന്റെ എണ്ണം പോലും അറിയില്ല, കക്കൂസ് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല. അത് ഭാഗ്യം കേട്ടോ. അപ്പോൾ നോട്ടീസ് അല്ല സമൻസ് തന്നെ എന്നിട്ട് പറയുന്നു പുകമറ സൃഷ്ടിക്കാൻ CPM ശ്രമം, മറയാതെ യാഥാർത്ഥ്യം. എന്നിട്ട് ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ഒരു ബോക്സ് സ്റ്റോറി ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് മലയാള മനോരമ ചോദിക്കുന്നു, ഉത്തരമുണ്ടോ? ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചുവെങ്കിലും അതിനുശേഷം എന്ത് നടപടി ഉണ്ടായി എന്നതിൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഒന്നാമത്തെ ചോദ്യം, വിവേക് കിരണിന്റെ പേരിൽ സമൻസ് അയച്ചതായി EDയുടെ വെബ്സൈറ്റിലുണ്ട്. അതിലാർക്കും തർക്കമില്ല, ആര് നോക്കിയാലും വെബ്സൈറ്റിൽ അത് കാണാം. അതിന്റെ പകർപ്പും പുറത്തു വന്നു. ക്ലിഫ് ഹൗസിന്റെ വിലാസത്തിലുള്ള സമൻസ് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. അപ്പോൾ ആ സമൻസിന് എന്ത് സംഭവിച്ചു? ചോദ്യം നമ്പർ 1, ആ സമൻസിന് എന്ത് സംഭവിച്ചു? ആരാണ് ആ സമൻസ് മരവിപ്പിച്ചത്? ഉത്തരമുണ്ടോ വിജയ? ഉത്തരമുണ്ടോ അന്തംഗമ്മികളെ? 2, സമൻസിൽ വിവേക് ഹാജരായിട്ടുണ്ടോ? ഇനി അഥവാ സമൻസ് കിട്ടിയിട്ട് വിവേക് ഇതുവരെ വായ തുറന്നിട്ടില്ല. അങ്ങനെ പിണറായി വിജയൻ അറിയാതെ ഈ സമൻസ് വിവേക് കൈപ്പറ്റുകയും വിവേക് ഹാജരാവുകയും ചെയ്തിട്ടുണ്ടോ? അറിയണം, കേരളീയ പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം, സമൻസിന് നിർബന്ധമായും മറുപടി ലഭിക്കേണ്ടതല്ലേ? അത് ലഭിച്ചോ? ആ സമൻസിന് നീ ഹാജരായിട്ടില്ല എങ്കിൽ ആ സമൻസിന് ഒരു മറുപടി അയച്ചിരുന്നോ? സമൻസിൽ ഹാജരായില്ല എങ്കിൽ തുടർച്ചയായി സമൻസുകൾ അയക്കുന്നതാണ് EDയുടെ രീതി. എന്നിട്ടും ഹാജരായില്ലെങ്കിൽ കോടതിയെ സമീപിക്കും, അറസ്റ്റിലേക്ക് വരെ നീങ്ങും. വിവേകിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അടുത്ത ചോദ്യമാണ്, SLC ലാവ്ലിൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചത് എന്ന് ED പറയുന്നു. ലാവ്ലിൻ കേസിൽ വിവേകിന്റെ പങ്ക് എന്താണ്? ലാവ്ലിൻ കേസ് നടന്ന കാലത്ത് വിവേക് ജനിച്ചിട്ടും കൂടിയില്ല എന്നൊക്കെയാണ് ചില അന്തംഗമികൾ പറഞ്ഞു നടക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് വിവേകിന്റെ പങ്ക് നമ്മൾ അറിയേണ്ടതാണ്. ഇനി 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസിൽ ആവശ്യപ്പെട്ടത്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ അതേ ഓഫീസിൽ അതേ സമയത്ത് അതേ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തിരുന്നു. എന്തിനാണ് അതേ ദിവസം തന്നെ വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്? ഇത്രയും ചോദ്യങ്ങൾ ആമുഖമായി മലയാള മനോരമ ചോദിക്കുകയാണ്. ഉത്തരമുണ്ടോ ദേശാഭിമാനിക്കാര? ഉത്തരമുണ്ടോ പിണറായി വിജയ? ഉത്തരമുണ്ടോ അപ്പം ഗോവിന്ദ? എന്നാണ് കേരളീയ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളത്. ഇനി ദേശാഭിമാനിയുടെ ആ കള്ളത്തരങ്ങൾ രണ്ട് ഫോട്ടോ കോപ്പികൾ. ആദ്യത്തേതില് വിവേക് കിരണിന്റെ അഡ്രസ് ഉണ്ട്, ക്ലിഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നോട്ടീസ് അതല്ല, അതിലെ പൂർണ്ണമായ വിവരമില്ല. ആദ്യത്തേതല്ല, രണ്ടാമത്തേതാണ്, രണ്ടും വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ദേശാഭിമാനിയുടെ ഈ പറയുന്ന മലയാള മനോരമ വാർത്ത കള്ളത്തരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള അവരുടെ ശ്രമം. അത് എങ്ങനെയാണ് മലയാള മനോരമ പൊളിക്കുന്നത് നോക്കാം. മിഥുൻ കുര്യാക്കോസിന്റെ വാർത്തയാണ്. മിഥുൻ കുര്യാക്കോസ് എഴുതുന്നു, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് സമൻസ് ഉണ്ടായിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്ഥിരീകരണവും ഇത് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്ന ശേഷം പുകമറ സൃഷ്ടിക്കാൻ CPMന്റെ ശ്രമം. ഏതായാലും സമൻസ് ഉണ്ട് എന്ന്, സമൻസ് അയച്ചു എന്ന് ED പറയുന്നു, കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. അപ്പൊ എന്തായാലും സമൻസ് ഉണ്ട്, കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. വിവേക് ആവട്ടെ വായ തുറന്നിട്ടില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് CPMകാർ എന്ത് ചെയ്യുന്നത്? പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ ചിത്രത്തിൽ കൃത്രിമമാണെന്ന മട്ടിൽ പാർട്ടി മുഖപത്രം വാർത്ത നൽകി.
വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രിമാരോ ഇതുവരെ ഉന്നയിക്കാത്ത കാര്യമാണിത്. മുഖ്യമന്ത്രി പോലും ഉന്നയിക്കാത്ത കാര്യം ദേശാഭിമാനി എന്ന് പറയുന്ന ഈ ടോയ്ലറ്റ് പേപ്പറിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് CPM-ന്റെ പ്രചാരണവും അതിനുള്ള മറുപടിയും. ഇതാണ് അന്തംഗമ്മികളെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഒന്നാമത്തെ പ്രചാരണം അങ്ങനെ തന്നെയാണ്. മലയാള മനോരമ പ്രചാരണം എന്ന് ബോൾഡായിട്ട് എഴുതിയിട്ട് എന്താണ് നിങ്ങളുടെ പ്രചാരണം? കഴിഞ്ഞ 2 ദിവസം പ്രസിദ്ധീകരിച്ച നോട്ടീസ് ഇൻവെർട്ടർ കോമയിലാണ് ഇട്ടത്. നോട്ടീസ് അല്ല, അതെന്താണ്? സമൻസ് ആണ്. നോട്ടീസിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു. അതാണ് ഇവരുടെ പ്രചാരണം. അതിനുള്ള മറുപടി എന്ന് ബോൾഡിൽ എഴുതിയിട്ട് മലയാള മനോരമ എഴുതുകയാണ്. മറുപടി അയച്ചത് നോട്ടീസ് അല്ല. അന്തംഗമ്മികളെ, അയച്ചത് നോട്ടീസ് അല്ല. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായ സമൻസ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത് പ്രചാരണം എന്താണ്? 11-നും 14-നും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ ദേശാഭിമാനി കാണിച്ചല്ലോ. അങ്ങനെ പ്രകടമായ വ്യത്യാസമുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? ഉണ്ട്. രണ്ടിനും പ്രകടമായ വ്യത്യാസമുണ്ട്. മനോരമ തന്നെ പറയാണ്, ഞങ്ങൾ 11-ാം തീയതി പ്രസിദ്ധീകരിച്ച ഫോട്ടോ കോപ്പിക്കും 14-ാം തീയതി പ്രസിദ്ധീകരിച്ച ഫോട്ടോ കോപ്പിക്കും രണ്ടിനും വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണെന്നേ. ഇനി ഇതാ ഞങ്ങൾ പറയുന്നത് കേക്ക്. ഉണ്ട്. സമൻസിലെ 2 പേജുകളാണവ. സമൻസിന്റെ 2 പേജുകളാണ്. അന്തംഗമ്മികളെ, ദേശാഭിമാനിയുടെ മണ്ടന്മാരെ, യുടെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേജല്ല. യുടെ നോട്ടീസ് യഥാർത്ഥത്തിൽ 3 പേജുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പേജും രണ്ടാമത്തെ പേജുമാണ് മലയാള മനോരമ 11-ാം തീയതിയും 16-ാം തീയതിയും പ്രസിദ്ധീകരിച്ചത്. 11-ാം തീയതി പ്രസിദ്ധീകരിച്ച ഒന്നാമത്തെ പേജ്, അതിൽ ഫുൾ അഡ്രസ് ഉണ്ടായിരുന്നു. 16-ാം തീയതി പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ പേജ്, അതിൽ ഫുൾ അഡ്രസ് ഇല്ല. എല്ലാറ്റിനും യുടെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറുപടി ഉണ്ട്. സമൻസിലെ 2 പേജുകളാണവ. സമൻസിൽ ആകെ 3 പേജുകളാണുള്ളത്. കഴിഞ്ഞ 11, 12, 14 തീയതികളിൽ അവ 3ഉം മലയാള മനോരമ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള മനോരമ ദേശാഭിമാനി പറയുന്ന പോലെ 2 വ്യത്യസ്ത പേജുകളല്ല, 3 വ്യത്യസ്ത പേജുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പേജിന്റെ വ്യത്യസ്തമായ വ്യാജ പതിപ്പുകൾ ഒന്നുമല്ല. യുടെ സമൻസ് 3 പേജാണ്. അതിൽ 1, 2, 3 പേജും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മണ്ടന്മാര് വിചാരിച്ച് ആദ്യത്തെ ഫോട്ടോ കോപ്പി അല്ല 2-ാം ദിവസം വന്നത്. അപ്പൊ ഇതുവരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ രേഖയാണെന്ന്. ഇമ്മാതിരി തോൽവി എന്ന് പറഞ്ഞ നാണം കെട്ട ആൾക്കാർ കൂട്ടിപ്പോയിക്കോളിയടോ. എന്തിനിങ്ങനെ നാണം കെട്ട് നടക്കുന്നത്? വേറെ പണിക്ക് പോയിക്കോളെ നിങ്ങൾക്കൊക്കെ. ഇമ്മാതിരി പത്രം, ഈ കള്ള വാർത്ത അടിച്ചിറക്കുന്ന പത്രം കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളുടെ ഉടായ്പ്. പിന്നെ ഇത് ഇങ്ങനെ വെറുതെ ചെലവാക്കി കണ്ട് ഈ പേപ്പറും മഷി ചെലവാക്കണോ? ഇത് വലിയ പാതകാണ് കേട്ടോ. പത്രക്കടലാസ് എന്നൊക്കെ പറഞ്ഞാൽ വില പിടിച്ച സാധനമാണ്. നിങ്ങൾ ഇമ്മാതിരി അപ്പി കോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വെക്കണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഇങ്ങനെ നാണം കെട്ടണ്ട വല്ല കാര്യമുണ്ടോ മാപ്രകളെ? ഇനി ഇതാ തീർന്നില്ല, ബാക്കി കൂടി കേട്ടിട്ട് പോകാം. അടുത്ത പ്രചാരണമാണ്. ആദ്യ സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തിരുന്നത്. വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരുന്നു. അങ്ങനെയൊക്കെയാണല്ലോ ദേശാഭിമാനി പറഞ്ഞത്. അതിന്റെ മറുപടിയാണ്. വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസം രേഖപ്പെടുത്തിയ സമൻസിന്റെ ആദ്യ പേജാണ് ആദ്യ ദിനം നൽകിയത്. അതായത് 11-ാം തീയതി നൽകിയത് ആദ്യ പേജാണ്. ഇതിന്റെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുടെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മലയാള മനോരമ മാറ്റാൻ പറ്റുമോ? ഈ വിലാസത്തിലേക്ക് അയക്കുകയോ കൊടുത്തുവിടുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ചേർത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അടുത്ത പ്രചാരണം, ദേശാഭിമാനിയുടെ അടുത്ത പ്രചാരണമാണ്. 11-നും 14-നും നൽകിയ നോട്ടീസ് നമ്പർ, വീണ്ടും നോട്ടീസാണ്, വീണ്ടും സമൻസ് അല്ല, നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ്. ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിലുള്ളത്. അതിന്റെ മറുപടിയാണ്. ഒന്ന് സമൻസിന്റെയും രണ്ടാമത്തേത് കേസിന്റെയും നമ്പറാണ്. അന്തംഗമ്മികളെ, ഒന്ന് സമൻസിന്റെ നമ്പറാണ്, രണ്ടാമത്തത് കേസിന്റെ നമ്പറാണ്. അതും കൂടി അറിയാം. നിങ്ങളെ വീണ്ടും ഇങ്ങനെ പൊട്ടന്മാരെ മണ്ടന്മാരെ ഒന്നൊന്നും വിളിച്ച് ഞാൻ തന്നെ നാണം കെടുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. അപ്പം മറുപടിയാണ്. ഒന്ന് സമൻസിന്റെയും രണ്ടാമത്തേത് കേസിന്റെയും നമ്പറാണ്. അതുകൊണ്ട് തന്നെ രണ്ടും വ്യത്യസ്തമാണ്. 11-ന് നൽകിയത് സമൻസിന്റെ നമ്പറാണ്. അതായത് PMLA ആക്ട് അനുസരിച്ചാണല്ലോ. PMLA സമൻസ്, PMLA സമൻസ് KCZO 2023-709. പിന്നീട് സമൻസിൽ PMLA എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്പറിൽ PMLA എന്ന് കാണാം. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള സമൻസ് ആണത്. കേസിന്റെ നമ്പറാണ് 14-ന് നൽകിയത്. ഇനി 14-ന് ചെറുതാക്കി നൽകി എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ അതിലെ നമ്പർ എന്ന് പറയുന്നത് കേസിന്റെ നമ്പറാണ്.
ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ശരി, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അതിന്റെ മേലെ കൂടെ ഞാൻ വരച്ചു പോയതുകൊണ്ട്. എന്നാണ് കേസ് നമ്പർ. അങ്ങനെയാണ് കേസിന്റെ നമ്പർ. ECIR എന്നാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. 2 നമ്പറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന KCZO എന്നത് EDയുടെ കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു. രണ്ടിലും ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. അത് EDയുടെ കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ കേസ് നമ്പർ SNC ലാവലിനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ദിവസം ED സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രചാരണമാണ്. ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ EDയും മനോരമയും പറയുന്നുള്ളൂ. അപ്പോൾ രണ്ട് തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പ്രചാരണം. അപ്പോൾ അതിന് മറുപടി, സമൻസിനെ നോട്ടീസ് എന്ന് പാർട്ടി മുഖപത്രം തെറ്റായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് ED അയച്ചതായി ഇതുവഴി അവർ സമ്മതിക്കുന്നു. അപ്പൊ ഏതായാലും ഇവർ ഒരു കാര്യം സമ്മതിക്കുന്നു, ED അയച്ചിട്ടുണ്ട് എന്നുള്ള സമ്മതിക്കുന്നു. ED അയച്ചിട്ടുണ്ട് എന്ന് ഇവര് സമ്മതിക്കുന്നുണ്ടല്ലോ. രണ്ട് തരത്തിലുള്ള നോട്ടീസ് അയച്ചു എന്ന് ഇവര് സമ്മതിക്കുന്നുണ്ടല്ലോ. പക്ഷെ 2 തരത്തിലുള്ള നോട്ടീസ് ഇല്ല. 3 പേജുള്ള ഒരു സമൻസ് ആണ് ഉള്ളത്. അതിലെ 2 പേജുകളെയാണ് 2 തരത്തിലുള്ള നോട്ടീസ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത പ്രചാരണമാണ്. വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് വാർത്ത നൽകിയത്. അങ്ങനെയാണ് അടുത്ത പ്രചാരണം. അതിനുള്ള മറുപടിയാണ്, സമൻസിന്റെ ആധികാരികത ഉറപ്പാക്കാൻ EDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗമുണ്ട്. സമൻസ് നമ്പറും സമൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഇത് പരിശോധിക്കാം. നമ്പറും പാസ്വേഡും നൽകിയപ്പോൾ ഇത് യഥാർത്ഥ സമൻസ് ആണ് എന്ന് EDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആർക്കും പരിശോധിക്കാം, ഇതേപോലെ പരിശോധിക്കാം, നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് മനോരമ പറയുന്നത്. ഇനി ഡീറ്റെയിൽസ് ഓഫ് സമൻസ് ഇഷ്യൂഡ്, അതായത് പുറപ്പെടുവിച്ച സമൻസിന്റെ വിശദാംശം എന്ന പേരിലാണ് ഈ സമൻസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ED ചേർത്തിരിക്കുന്നത്. അവസാനമായി ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് മനോരമ ഇങ്ങനെയാണ്. മനോരമയുടെ പക്കലുള്ള സമൻസിലെ നമ്പറും ED വെബ്സൈറ്റിലെ സമൻസ് നമ്പറും ഒന്നു തന്നെയാണ്. സമൻസ് ആർക്കുള്ളത് എന്ന വിഭാഗത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവേക് കിരൺ എന്ന് തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദ് എന്നുമാണ്. ഇതേ വിവരങ്ങൾ തന്നെയാണ് മനോരമയുടെ പക്കലുള്ള സമൻസിലുമുള്ളത്. ഇങ്ങനെയാണ് സമൻസിന്റെ വിശ്വാസ്യത ഉറപ്പിച്ചത്. വിവേകിന് സമൻസ് നൽകിയെന്ന് പിന്നാലെ തന്നെ EDയുടെ സ്ഥിരീകരണവും വന്നു. ഇത്രയും ക്ലിയർ ആയിട്ട് മനോരമ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി ദേശാഭിമാനി എന്തായിരിക്കും, ഇനി നാളെ ഇവരെന്തായിരിക്കും പറയാൻ പോകുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പഴയ ആ നാടൻ പണിക്കാരൻ തെങ്ങിന് തടമെടുത്ത കുഴിയിൽ വീണ അയാൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഞാൻ വീണിട്ടില്ല, കണ്ടില്ലേ, എന്റെ കാല് രണ്ടും കുഴിയുടെ പുറത്താണ്, ഞാൻ ബാക്കി ഭാഗങ്ങളെ കുഴിയിൽ വീണിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുഴിയിൽ വീണിട്ടില്ല എന്ന് പറയുന്ന ആ നാടൻ പാവം ശുദ്ധഗതിക്കാരനായ ആ നാടൻ പണിക്കാരന്റെ വാദവുമായി നാളെ ദേശാഭിമാനി വന്നേക്കാം. കാരണം ദേശാഭിമാനി അങ്ങനെ ഉളുപ്പില്ലാത്ത പത്രം നാളെ നീ അതിന്റെ അങ്ങേപ്പുറം പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാൻ ഒരു കാര്യമില്ല. നമ്മൾ അത്ഭുതപ്പെടാൻ